പരിശുദ്ധ ത്രിത്വത്തിന്റെ മാധ്യസ്ഥം തേടി കത്തോലിക്ക വൈദികൻ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ നടത്തിയ പ്രാർത്ഥന വൈറലാകുന്നു. ക്രിസ്തീയ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ജനപ്രതിനിധി സഭയിൽ ക്യാപിറ്റോളിലെ ഗസ്റ്റ് ചാപ്പലിനായ ഫാദർ ബ്രെറ്റ് ജാംറോങ് നടത്തിയ പ്രാർത്ഥനയോടെയാണ് ജനപ്രതിനിധി സഭയുടെ സെഷൻ ആരംഭിച്ചത്. തുടർന്ന് US കോൺഗ്രസ് അംഗം മൈക്ക് ഫ്ലഡ് നടത്തിയ സ്വാഗത പ്രസംഗവും ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. യേശുവിന്റെ മാതൃക പിന്തുടർന്ന് ജനത്തെ സേവിക്കാൻ അധികാരികൾക്ക് കരുത്ത് ലഭിക്കുന്നതിനായി പരിശുദ്ധ ത്രിത്വത്തിന്റെ മാധ്യസ്ഥം തേടിയാണ് ഫാദർ ബ്രെറ്റ് പ്രാർത്ഥിച്ചത്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സ്വർഗീയ പദ്ധതിക്ക് അനുസൃതമായി നയിക്കാൻ സഹായത്തിനായി അപേക്ഷിക്കുകയാണെന്ന് 400-ലധികം ജനപ്രതിനിധികളുടെ മുന്നിൽ അദ്ദേഹം പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിച്ചു. ഇവിടെ സന്നിഹിതരായ എല്ലാവരും പുത്രനായ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് നമ്മുടെ രാജ്യത്തെ സേവിക്കട്ടെ എന്നും അങ്ങനെ നമ്മുടെ രാജ്യം സത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും ജീവിക്കുന്ന സാക്ഷിയായിരിക്കട്ടെ എന്ന വാക്കുകളോടെയുമാണ് പ്രാർത്ഥന സമാപിച്ചത്. നെബ്രാസ്കയിലെ ലിങ്കൺ സ്വദേശിയും ഒമാഹ അതിരൂപത വൈദികനുമാണ് ഫാദർ ബ്രെറ്റ് ജാംറോങ്. വൈദികന്റെ സാന്നിധ്യം രാജ്യത്തെ നേതാക്കളെ രൂപപ്പെടുത്തുന്നതിലും വഴികാട്ടുന്നതിലും വിശ്വാസം വഹിക്കുന്ന നിർണായക പങ്കിന്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് US കോൺഗ്രസ് അംഗം മൈക്ക് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി നോർഫോക്കിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ ഫാദർ ബ്രെറ്റ് സേവനമനുഷ്ഠിക്കുകയാണെന്നും തന്റെ ദൗത്യത്തിലൂടെ അദ്ദേഹം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും മൈക്ക് ഫ്ലഡ് കൂട്ടിച്ചേർത്തു.